അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ സ്വദേശത്തേക്ക് എത്തിക്കാനായി 300ഓളം ആംബുലൻസുകളാണ് സിവിൽ ആശുപത്രി പരിസരത്ത് നിർത്തിയിട്ടിരിക്കുന്നത്. DNA പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് ഓരോ മൃതദേഹങ്ങളും വിട്ടു നൽകും. ദുരന്തത്തിന്റെ വ്യാപ്തി സൂചിപ്പിക്കുന്ന കാഴ്ച കൂടിയാവുകയാണ് ആ 300ഓളം ആംബുലൻസുകൾ. അഹമ്മദാബാദിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയുടെ ഗ്രൗണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ ഏതാണ്ട് 200-250 ആംബുലൻസുകൾ ഇങ്ങനെ കൂട്ടത്തോടെ നിർത്തിയിട്ടത് കാണാം. വിവിധ ജില്ലകളിൽ നിന്ന്, അഹമ്മദാബാദിന് പുറത്തുള്ള ജില്ലകളിൽ നിന്നൊക്കെ തന്നെ വിളിച്ചു വരുത്തിയ ആംബുലൻസുകളാണ്. മൃതദേഹങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയാണ് ആംബുലൻസുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതുവരെ ഒരുപക്ഷെ ആശുപത്രിയുടെ ചരിത്രത്തിൽ തന്നെ ഇത്ര അധികം ആംബുലൻസുകൾ ഒരുമിച്ച് എത്തുന്നതും ആദ്യമായിട്ടായിരിക്കും. ഏതായാലും ഡ്രൈവർമാർ കുറച്ച് പേരുണ്ട്. അവരോട് എവിടെ നിന്നാണ് വന്നത് എന്ന കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. तो आप लोग कहाँ से हैं? आनंद से। आनंद से? बोरसद। तो कितने लोग आनंद से आए? कितने एम्बुलेंसेस आए? लगभग 21 होगी, 21 गाड़ियाँ, 21 हाँ एम्बुलेंस। ठीक है, तो कम से कम कितने एम्बुलेंसेस है इधर? गवर्नमेंट एम्बुलेंसेस कितना है, प्राइवेट कुछ आइडिया है? प्राइवेट 100 से ज़्यादा होगी और गवर्नमेंट 200 से ज़्यादा. യഥാർത്ഥത്തിൽ ഇത് ആ തരത്തിലുള്ളൊരു കൗതുക കാഴ്ചയൊന്നുമല്ല. അതിനപ്പുറത്തേക്ക് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി സൂചിപ്പിക്കുന്ന തരത്തിലുള്ളൊരു കാഴ്ചയാണ്. ഇത്ര അധികം ആംബുലൻസുകൾ ഇങ്ങനെ ഒരുമിച്ച് പല ജില്ലകളിൽ നിന്നെത്തി മൃതദേഹവുമായി മടങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്ന ആംബുലൻസുകൾ. ഇപ്പോൾ സംസാരിച്ച ആനന്ദിൽ നിന്നുള്ള ഡ്രൈവർമാർ പറയുന്നത് അവിടെ നിന്ന് 33 പേരെങ്കിലും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. ആനന്ദിന് പുറമെ മറ്റ് ജില്ലകളിൽ നിന്നും ആംബുലൻസുകൾ വന്നിട്ടുണ്ട്. ആ ജില്ലകളിലൊക്കെ തന്നെ ഈ തരത്തിൽ ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട ആളുകളും ഉണ്ടായിരുന്നു. ഏതായാലും ഇന്നലെയാണ് ഇവരൊക്കെ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. ഇന്ന് പകൽ മുഴുവൻ അവർ കാത്തിരുന്നു. DNA പരിശോധനാ ഫലം വരുന്ന മുറയ്ക്ക് മാത്രമേ ഇനിയിപ്പോൾ മൃതദേഹങ്ങൾ വിട്ടു നൽകുകയുള്ളൂ. തിരിച്ചറിയാൻ കഴിയുന്ന മൃതദേഹങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം തന്നെ വിട്ട് നൽകിയതുമാണ്. അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്നും വരുൺ വട്ടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24.